മീഡിയാസിലേക്ക് സ്വാഗതം. ആടുജീവിതം കുതിക്കുകയാണ്. ഇങ്ങനെ 25-ാം ദിവസത്തിലേക്ക് എത്തുകയാണ്. 24 ദിവസങ്ങൾ പിന്നിടുമ്പോൾ സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായി 70 കോടി കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മലയാള സിനിമ ഇവിടെ പറക്കുകയാണെന്ന് തന്നെ പറയാം. 2024-ൽ ഇതുവരെ 4 മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 4.5 മാസങ്ങൾ കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് 750 കോടിയോളമാണ് എന്നുള്ളതാണ്. ഈ മാസം തന്നെ സിനിമ 100 കോടിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിലെ 2 സിനിമകളിൽ നിന്ന് മാത്രമായിട്ട് നേടിയിരിക്കുന്നത്. കഴിഞ്ഞ 2-3 മാസങ്ങൾ കൊണ്ട് നമ്മൾ കാണുകയുണ്ടായി ഒരു രക്ഷയുമില്ലാത്ത കൊയ്ത്താണ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ മലയാള സിനിമയുടെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം. മഞ്ഞുമൽ ബോയ്സ് തൂക്കിയത് ഏകദേശം 250 കോടിയോളമാണെങ്കിൽ പ്രേമലു കളക്ട് ചെയ്തത് 135 കോടിക്ക് മുകളിൽ. അതിൻ്റെ ഒപ്പം ഇറങ്ങിയ ഭ്രമയോഗമാണെങ്കിൽ ഏകദേശം 85 കോടിയോളം വേൾഡ് വൈഡ് ആയിട്ട് നേടി എന്നുള്ളതാണ്. തൊട്ട് മുമ്പിറങ്ങിയ മമ്മൂട്ടിയുടെ സാന്നിധ്യമുണ്ടായിരുന്ന എബ്രഹാം ഓസ്ലർ 45 കോടിയോളം നേടി എന്നുള്ളതും. പിന്നീട് നമുക്ക് കാണാം ഇറങ്ങുന്ന സിനിമകളെല്ലാം തന്നെ മികച്ച രീതിയിൽ തന്നെ പോകുന്നു. അങ്ങനെ ഈ ഒരു വിഷു സീസൺ വരുമ്പോൾ ഈ വിഷു സീസണിലും 2 സിനിമകൾ ഇപ്പോൾ 50 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 2 സിനിമകൾ അല്ലെങ്കിൽ 3 സിനിമകൾ കൂടി ചേർത്തിരിക്കുന്നത് 120 കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത് എന്നുള്ളതും. ഇനി മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടത്തിൻ്റെ തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം. എന്താണേലും ഇത്ര സിനിമകൾ നിൽക്കുമ്പോഴും ഒരു കാര്യം നമുക്ക് പറയാം, ഒരു ക്ലാസ് സിനിമയുടെ മഹത്തായ വിജയം എന്ന് തന്നെ പറയാം. നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട് കിരീടം പോലെയും ചെങ്കോല് പോലെയും തനിയാവർത്തനം പോലെയും അമരം പോലെയുള്ള സിനിമകളൊക്കെ കണ്ട് നമ്മൾ എന്നും നെഞ്ചിൽ ചേർത്തിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ ആ സിനിമകളൊക്കെ ഇന്നാണ് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ കണ്ട 100ഉം 120ഉമല്ല അതിൻ്റെയൊക്കെ മുകളിലേക്കുള്ള എമൗണ്ട് നേടാൻ കഴിയുന്ന കെൽപ്പുള്ള സിനിമകൾ, വർഷങ്ങളോളം ഓടാൻ കെൽപ്പുള്ള സിനിമകളായിരുന്നു. അന്നത്തെ കാലത്ത് 300ഉം 350ഉം ദിവസങ്ങൾ ഓടിയ സിനിമകളായിരുന്നു. അപ്പം അതേപോലെയുള്ള ക്ലാസ് ജനങ്ങൾ വരുന്ന ഒരു സിനിമയ്ക്ക് കിട്ടുന്ന മികച്ച പിന്തുണയാണ് ജനങ്ങൾ നൽകിയത് ആടുജീവിതത്തിലൂടെ. അതായത് കേരളത്തിൽ നിന്ന് 70 കോടി നേടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്നലെയും കളക്ഷൻ 1.5 കോടിക്ക് അടുത്ത് ആയിരുന്നു കേരള കളക്ഷൻ. ഇന്നും സമാനമായ രീതിയിൽ തന്നെ തുടരുന്നു ഈ ഒരു സിനിമയുടെ മോർണിംഗ് ഷോകളുടെ കളക്ഷൻ വരുമ്പോൾ. എന്താണേലും മലയാള സിനിമ കുതിക്കുകയാണ്. അപ്പോൾ പറക്കുന്ന ആടുജീവിതവും നമുക്ക് കാണാൻ കഴിയുന്നു. ആടുജീവിതം കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻസിലൂടെ പറയാം. അല്ലാത്തവർ എത്രയും പെട്ടെന്ന് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളുമായി വരിക. ഗ്രേറ്റ് മീഡിയാസ്.